സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിലിനെ തെരഞ്ഞെടുത്തു. ശംഷാദാബാദ് രൂപത മെത്രാനാണ് മാർ റാഫേൽ തട്ടിൽ. പുതിയ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കുമെന്ന് റാഫേൽ തട്ടിൽ പറഞ്ഞു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ അപേക്ഷിക്കുകയാണ്. മെത്രാൻ ഒരു സ്വകാര്യ സ്വത്തല്ല, മെത്രാൻ എല്ലാവരുടെയും പൊതുസ്വത്താണ്. അതുകൊണ്ട് എൻ്റെ ദൗത്യം കുറേ കൂടെ നിങ്ങളുടെ കൂടെ ആയിരിക്കുക, നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ കാര്യത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നു. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. എവിടെയെങ്കിലൊക്കെ നമുക്ക് കുറവുകളുണ്ടെങ്കിൽ അത് മറ്റ് അവയവങ്ങൾ ചേർന്ന് അത് പരിഹരിക്കണം. അങ്ങനെ പരിഹരിക്കുന്ന ഒരു ശൈലിയായിരിക്കണം എൻ്റേതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കൊറ്റയ്ക്ക് എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കരുതിയിട്ടല്ല. പക്ഷെ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചു നിന്നാൽ കർത്താവ് നമ്മിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ചേതൻ സാജൻ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ചേതൻ, വലിയ പ്രതിസന്ധികൾ സഭയിൽ നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം. വിവരങ്ങൾ. അസിത, സീറോ മലബാർ സഭയുടെ 4ാമത്തെ മേജർ ആർച്ച് ബിഷപ്പായാണ് ശംഷാദാബാദ് രൂപതയുടെ മെത്രാൻ മാർ റാഫേൽ തട്ടിലെ ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി രാജിവെച്ചതോടെയാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തത്. നാളെ ഉച്ചക്കാണ് പുതിയ മേജർ ബിഷപ്പായ മാർ റാഫേൽ തട്ടിലിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ 32ാം മെത്രാൻ സിനഡിന്റെ 1ാം സമ്മേളനത്തിലെ 2ാം ദിവസത്തിൽ നടന്ന വോട്ടെടുപ്പിലാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പായി തൃശൂർ സ്വദേശിയായ ഫാദർ റാഫേൽ തട്ടിലിനെ തെരഞ്ഞെടുക്കുന്നത്. രഹസ്യ ബാലറ്റിലൂടെ നടന്ന തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നത്. ഇദ്ദേഹം തൃശൂർ സ്വദേശിയാണ്. തൃശൂർ അതിരൂപത ബസലിക്ക ഇടവകയിൽ തട്ടയിൽ ഔസേപ്പ് തെരേസ്യ ദമ്പതികളുടെ 10 മക്കളിൽ ഇളയവനായാണ് ഇദ്ദേഹം ജനിച്ചത്. ഇപ്പോൾ ഇദ്ദേഹത്തിന് 67 വയസ്സുണ്ട്. 44 വർഷത്തെ വൈദിക സേവനത്തിന് ശേഷമാണ് ഇദ്ദേഹത്തിന്റെ പുതിയ സ്ഥാനലബ്ധി. 2018 മുതൽ തെലങ്കാനയിലെ ശംഷാബാദിലെ രൂപതയുടെ തലവനാണ്. ശംഷാബാദിലെ രൂപതയുടെ ആദ്യ ബിഷപ്പും കൂടിയാണ് ഇദ്ദേഹം. 2017 ഈ ശംഷാബാദ് രൂപത രൂപീകരിച്ചത്. ഇതിന്റെ ആദ്യത്തെ മെത്രാനായാണ് ഇദ്ദേഹത്തെ രൂപീകരിക്കുന്നത്. ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സഭയുടെ സൗമ്യ മുഖമാണ്. യാതൊരു കളങ്കവും അദ്ദേഹത്തിന് ഈ ഒരു വൈദിക ജീവിതത്തിൽ വരുത്തിയിട്ടില്ല. ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിനെ പുതിയ സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കാനുള്ള ഏറ്റവും വലിയ കാരണം സഭയുടെ സൗമ്യ മുഖമാണ്. അദ്ദേഹം ഇന്ന് ഈ സ്ഥാനലബ്ധിക്ക് ശേഷം സംസാരിക്കുകയുണ്ടായിരുന്നു. താൻ ഇപ്പോഴും പഴയ അച്ഛൻ തന്നെയാണ്. തനിക്ക് ഈ പുതിയ സ്ഥാനലബ്ധിക്ക് ശേഷം യാതൊരു മാറ്റവും വന്നിട്ടില്ല. സഭയെ ഒന്നിച്ചു നിന്നാൽ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം. പ്രത്യേകിച്ച് ഈ സീറോ മലബാർ സഭ ഇപ്പോൾ കുർബാന തർക്കം രൂക്ഷമായി തുടരുകയാണ്. ഇതടക്കമുള്ള വെല്ലുവിളികൾ ഇപ്പോൾ അദ്ദേഹം ഒന്നിച്ചു നിന്നാൽ നമുക്ക് ഈ കൂട്ടായ പരിശ്രമത്തിലൂടെ എല്ലാം മറികടക്കാം എന്നാണ് അദ്ദേഹം ഈ പുതിയ സ്ഥാനലബ്ധിക്ക് ശേഷം പറഞ്ഞത്. ചേതൻ, മാർ റാഫേൽ തട്ടിലിനെ പുതിയ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ചേതൻ സാജൻ.